So hello guys, welcome to a new video. Echo from the Infinite Chronicles of Kuriachi എന്നാണ് ഈ സിനിമയുടെ ടൈറ്റിൽ. എന്താ പറയാ, വാട മൂവി. നമ്മ ഒരു സിനിമ കണ്ട് കഴിഞ്ഞിട്ട് ആ സിനിമയിൽ അവസാനം ഒരു കുറ്റോ ഒന്നും പരാതിയോ പറയാനില്ലെങ്കിൽ ആ സിനിമയുടെ വിജയമാണ്. അത് തിയേറ്ററിൽ നിന്ന് വരുമ്പോൾ എനിക്ക് കിട്ടി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമനെ പറ്റി ആൾക്കാർ അങ്ങനെ ആരും ഈ ട്രെയിലർ പോലും ചിലപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല. ഈ സിനിമയുടെ ഇപ്പം ഈവൻ ഞാൻ പോലും ട്രെയിലർ കണ്ടപ്പോൾ പോലും ഇത്രയും ഈ സിനിമ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒട്ടും എക്സ്പെക്ടേഷനിലാണ് കാണാൻ പറ്റിയ സിനിമയാണ് സത്യം പറയാം. കാരണം ഇത് എടുത്തു വെച്ചേക്കുന്ന രീതി ഇപ്പോൾ ഒരുപാട് നമ്മ ഹോളിവുഡ് സ്റ്റാർസ് കണ്ടിട്ടുണ്ട്, പക്ഷെ അതുപോലെയല്ലേ ഇത്. ഇപ്പം ഈ ഡയറക്ടർ തന്നെ മുന്നിറങ്ങിയ പടം ഇഷ്ടമുണ്ടാകാൻ രാഹുൽ രമേശ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത്. രാഹുൽ രമേശിനെ കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ പുള്ളിയുടെ ഐഡിയോളജി, പുള്ളി അവരിപ്പോൾ പറയുകയാണെങ്കിൽ കേരള ക്രൈം ഫയൽസ് ആയാലും ഈ മൃഗങ്ങളെ കൊണ്ട് ആനിമൽ സീരീസ് പുള്ളിയുടെ കിഷ്കിണ്ടാകാൻ പോലും ഒരു മൃഗത്തിന്റെ ഒരു പ്രസൻസ് ആ സിനിമയിൽ നല്ല രീതിയിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ സിനിമയിലും മൃഗങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വളരെ നന്നായിട്ട് അത് ഈ പുള്ളിയുടെ ഒരു സ്റ്റൈലുണ്ട് സിനിമ ചെയ്യുന്നത്. ഒരു ഷോട്ട്, ഒരു കഥയും പുള്ളി ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം നമുക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാക്കി തന്നെ ഒരു ഇതുണ്ട്. അത് ഈ സിനിമയിലും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് സന്ദീപ് പ്രദീപായാലും നരീനായാലും അശോകനായാലും ഈവൻ വിനീത് പോലും. വിനീതിനെ നമ്മ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇത്തിരി ഒരു ഔട്ട് ആൻഡ് ഔട്ട് കിട്ടുന്ന ക്യാരക്ടർ പുള്ളി പെർഫോം ചെയ്യാൻ സ്പേസ് കിട്ടുന്ന ക്യാരക്ടർ കിട്ടുന്നത് പുള്ളി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിനു പപ്പനായാലും നന്നായിട്ട് എല്ലാവരും ഈച്ചാൻ്റെ വെരി ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഹിന്ദി സിനിമ കൂടിയുണ്ട് പുള്ളി. ഇതിലൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ടുണ്ട്. റിയാച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തേക്കുന്ന ഇദ്ദേഹമാണ്. പുള്ളിയുടെ പേര് സൗരവ് സച്ദേവ് എന്നാണ്. പുള്ളിയുടെ കാസ്റ്റിംഗ് ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അത് ഇപ്പോൾ വേറൊരാൾക്ക് കൊടുത്തായിരുന്നെങ്കിലും നന്നായിട്ട് ചെയ്തേനെ. ബാക്കി കാസ്റ്റിങ്ങിലൊന്നും പറയാനില്ല. ഈച്ച് ആൻഡ് എവരി വൺ ബെറ്റർ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അതിനൊരു സംശയം. ഈ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് സൂരജ് ES എന്ന് പറഞ്ഞ ഒരാളാണ്. മ്യൂസിക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മുജീബ് മജീദ് എന്ന് പറയുന്ന ആളാണ്. മ്യൂസിക് അടിപൊളിയാണ്. കാരണം ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഫ്രെയിമും കാര്യങ്ങളെല്ലാം പക്കയായിട്ടാണ് ആ മ്യൂസിക്, ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഫ്രെയിമും എല്ലാം കൂടി കയറി കഴിയുമ്പോൾ വളരെ രസമായിട്ടാണ് ആ സിനിമ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഈ സിനിമയില് ഒരു നമ്മളെ ലാഗ് എന്ന് പറയുന്ന സാധ്യത നമുക്ക് തോന്നിട്ടില്ല. കാരണം ഓരോ സിനിമ വരുമ്പോഴും ഇതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് അങ്ങനെ എന്നുള്ള ചോദ്യം നമുക്ക് ആ സിനിമ ഒരു ഫ്ലോ അല്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോൾ വാവ് എന്ന് പറഞ്ഞു പോകും. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പം ഇഷ്ടണ്ടാകാനം കണ്ട അതിന്റെ അവസാനം നമുക്ക് തോന്നിയ എന്താ, അതേപോലെ തന്നെ ഒരു സാധനം നമുക്ക് സിനിമയിൽ കിട്ടണം. ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് OTT കണ്ടു കഴിഞ്ഞാൽ എന്തുമാത്രം എനിക്ക് ഇത് ക്ലിക്കാവുമെന്ന് അറിയത്തില്ല. കാരണം ആ സൗണ്ട് എഫക്ട്സും ആ സിനിമ പിടിച്ചേക്കുന്ന ലൊക്കേഷൻ, അതൊരു മലപ്രദേശമാണത്. ആ ഒരു ഏരിയ, ആ ഒരു ക്ലൈമറ്റ്, ആ ഒരു സ്ഥലം എല്ലാം കൂടി വെച്ച് ആ ബീച്ചും കാര്യങ്ങളും എല്ലാം കൂടി വന്നു കഴിയുമ്പോൾ പടം വേറെ ലെവലിലായിട്ടാണ് പോകുന്നത്. ആ ടുവേർഡ്സ് ക്ലൈമാക്സിലായിട്ട് പോയി കഴിയുമ്പോൾ ഒരു രക്ഷയില്ല. അതിനായാലും സന്ദീപിന്റെ അഭിനയവും സന്ദീപിന് സമ്മതിക്കണം. സകലം പറഞ്ഞ സന്ദീപ് ഫാമിലി തൊട്ട് ശ്രദ്ധിക്കുന്ന പുള്ളി ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു നടനാണ്. കാരണം ഇപ്പോൾ ഇതുവരെ ചെയ്തൊന്നും 4-5 ക്യാരക്ടർ ഫാമിലി ആയാലും ആലപ്പുഴ ചിങ്കാനായാലും ഈവൻ പടക്കള ആയാലും പോലും അതിൽ നിന്ന് ഒരുപാട് പേരിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഇവർ ചെയ്തേക്കണം. പുള്ളി എഫേർട്ട് ഇല്ലാണ്ട് തന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്തു. കാരണം ഒരു നോർമൽ ക്യാരക്ടറാണ്, അല്ലാണ്ട് ഭയങ്കര ഇതായിട്ടൊന്നും ഇല്ല. ഒരു സാധാരണ സിമ്പിൾ ക്യാരക്ടർ എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് സംതിങ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഒരുപാട് പബ്ലിസിറ്റി കിട്ടാത്തൊരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രമോഷൻ അങ്ങനെ ഒന്നും സിനിമ തുടങ്ങിയ സമയത്ത് കണ്ടിട്ടില്ല. പക്ഷേ ഈ സിനിമ റിലീസായി കഴിഞ്ഞ കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായമായിട്ടൊന്നും പറയത്തില്ല. ഇത് മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇത് നിങ്ങൾ ഫോണിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ആ സിനിമ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റും. ആ തിയേറ്ററിലാണ് ഇമ്പാക്റ്റ് ആയിട്ട് ഫോണിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇതിൽ ടുവേർഡ്സ് ആൻഡ് ക്ലൈമാക്സിലൊക്കെ ഒരു സീനുണ്ട്, എൻ്റെ അമ്മോ അതൊക്കെ ഒരു രക്ഷയിലെടുത്ത് വെച്ചേക്കണം. മലയാള സിനിമയിൽ നമുക്ക് ഒരുപാട് നല്ല സിനിമകളൊക്കെ കിട്ടുന്നുണ്ട്. അതിൽ നമ്മൾ എന്താ പറയുക, 2025 ഇറങ്ങിയ സിനിമയിൽ ടോപ്പിൽ വെക്കാൻ പറ്റിയൊരു പടമുള്ളത്, അത് ഒരു സംശയമില്ല. പുള്ളി ഒരു സ്റ്റോറി വൈസ് ഒരു പടം എങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ ആ പടം ഒരു പശ്ചാത്തലം കാണിച്ച് ചെയ്യുക, ആ പാട്ട് ഡയറക്ടർ രാഹുൽ രമേശ് പുള്ളിയുടെ പടം ഇനി എന്തായാലും അടുത്ത പടത്തിൽ എല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആയിരിക്കും. കാരണം പുള്ളി ഇറക്കിയ പാട്ടുകളൊക്കെ ഒന്നിനൊന്നും ബെറ്ററാണ്. അതുകൊണ്ട് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഏറെ എക്സ്പെക്ടേഷൻ അയക്കില്ല ഇറങ്ങി കഴിയുമ്പോൾ കിട്ടാൻ.
അവസരം കിട്ടിയിട്ട് പുള്ളിയുടെ കഴിവ് തെളിയിച്ചിട്ട് അതാണ് എടുത്തു വെച്ചേക്കണം. ഒന്നും പറയാനില്ല. സിനിമ എന്നൊക്കെ പറയല്ലേ, അതാണ് എനിക്ക് എടുത്തു വെച്ചേക്കണം. ഹാറ്റ്സ് ഓഫ്. ഇത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. കാരണം ഇത്തരം സിനിമകൾ ഒരിക്കലും മിസ്സാക്കരുത്. കാരണം ഇങ്ങനെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഇല്ലാണ്ട് വന്ന പടങ്ങൾ എപ്പോഴും നന്നായിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. അത് എപ്പോഴും ഇങ്ങനെ ഒരു മാറ്റമില്ല. ഈ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവത്തില്ല. അപ്പോൾ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.